Good morning, welcome to George the Indian Farmer. Vietnam super early. ഇതെങ്ങനെ മണത്ത് നോക്കി അറിയാം, നല്ല ഇതുണ്ട, കളർ കണ്ട പാക അതിൻ്റെ പഴുത്തു. ഇപ്പം ഈ കാണുന്ന ഇവിടുന്ന് ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അതും ഇതുപോലെ പ്ലാവുമ്പോൾ നിന്നുകൊണ്ട് തന്നെ പഴുത്തതാ. ഇത് രണ്ടാമത്തെ പഴുത്തു. ഇനി ഇതിൻ്റെ മുകളിലുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 2-3 ഉണ്ട്. താഴെ ഇതായിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ള ആള് അടുത്തത് അവനാണ്, അത്യാവശ്യം മൂത്തുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ അറിയാം, വിയറ്റ്നാം സൂപ്പർ എർലി അധികം വലിപ്പം വെക്കില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചുളകൾ ചെറുതാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റി, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചക്കയാണ്. അതിൻ്റെ മണം ഇവിടേക്ക് അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ മണം തന്നെ കിട്ടുന്നുണ്ട്. ഇത് മുറിക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, പഴയ പോലെയൊന്നുമല്ല. ചക്ക ഇടുക, അതിന് പ്ലാവുമ്മ കയറണം, അല്ലെങ്കിൽ ചെറിയ വെട്ടി കിട്ടിയ പ്ലാവുമ്മ കയറി ചക്ക ഇടുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ ഇത് കണ്ട നിന്ന് നിൽക്കിൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് അത് അവനെ മുറിക്കണമെങ്കിൽ ഇത്രയും കൂടി ഹൈറ്റിലാണ് അവൻ നിൽക്കണം. ഇതൊക്കെ ഇതിൽ എളുപ്പമായിട്ട് ഒരാൾ താഴെ ഇരിക്കുന്ന ആള്. അപ്പോൾ ഇവരെയൊക്കെ ചക്ക മുറിച്ചെടുക്കാൻ നമുക്ക് അത്രയും സൗകര്യമായി. അപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഈ വിയറ്റ്നാം, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഫ്രണ്ടിലൊരു പ്ലാവുണ്ട്, അതിനും ചക്ക ഉണ്ടായി ഓൾറെഡി. 1.5 കൊല്ലത്തിൽ ചക്ക ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് മുറിച്ച് നോക്കാം. ലെറ്റ്സ് സീ. ഇത് ഇന്നലെ മുറിച്ചു കൊണ്ടുവന്ന ചക്കയാണ്. കട്ട് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവുമ്പോൾ നിന്ന് പാകമായി. എവിടെയൊക്കെ മഞ്ഞയുണ്ട്, മണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇതിന് ശരിക്ക് പ്ലാവുമ്പോൾ നിന്ന് പഴുത്ത ചക്കയുടെ മണം ഇവിടെ കൊണ്ടുവച്ച് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ മണമാണ്. എന്തായാലും ഇതൊന്ന് മുറിച്ച് നമുക്ക് സാപ്പിടാം. ചെറിയ ചക്കകളാണ് വിയറ്റ്നാം സൂപ്പർ എർലി, എവരിബഡി നോസ്. ഓക്കെ ഓക്കെ എനിക്ക് ചക്ക അധികം പഴുക്കുന്നത് ഇഷ്ടമല്ല. ഇതാണ് പെർഫെക്റ്റ് എൻ്റെ ഒരു പാകം. ഇതുണ്ട, അങ്ങനെ ചുളകളൊന്നും അധികം, ചെറിയ ചുളകളാണ്. ചുളകളധികം ഇത് ഈ ഒരു പരുവത്തില് മധുരം ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട, നല്ല മധുരമുണ്ട്. ചെറിയ ചുളകളാണ് കേട്ടോ. പക്ഷെ ഒരു 4 പേർക്ക്, നമ്മുടെ ഫാമിലിയിൽ ഒരു 4 പേർക്ക് തിന്നാനുള്ള ചുളകള്, ചക്ക ചുള ഇതിൽ നിന്ന് കിട്ടും. ഇതിന്റെ അടുത്ത് വെച്ചേക്കണത് കണ്ടാൽ ഇത് ചക്ക ഐസ്ക്രീം ആണോ എന്ന് സംശയം ഉണ്ടാവും. ഒന്നല്ല, അതേ കുരു. ഇതിന് മുമ്പ് തന്ന ചക്കയുടെ കുരുവാണ്. അത് കളക്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ചക്കക്കുരു ഒക്കെ പലർക്കും വലിയ വിലയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇത് കിട്ടാക്കഞ്ഞിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനവിടെ വെച്ചു. ഇപ്പോൾ ഇതിൽ നിന്നുള്ള കുരുവും കണ്ട ചെറിയ കുരുവാണ്, പക്ഷെ എന്നാലും ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. വെരി നൈസ് ന്യൂട്രീഷ്യസ് സീഡ്സ്. അപ്പോൾ കുരു സേവ് ചെയ്യണം. പശയുണ്ട്, ഗംലെസ് ഒന്നല്ല, പശയുണ്ട്. കുറച്ച് പശയൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ തന്നെ നാടൻ ചക്കകളുടെ പോലെ അത്ര അധികം പശയില്ല ഇതിന്. ചുളകള് അത്ര അധികം പശയില്ല. ഇതിപ്പോൾ ഈ സെൻട്രൽ പോർഷനിലെ പശ ആണ് കാര്യമായിട്ടുള്ള ഒരു അതിൻ്റെ പശയുടെ ഭാഗം. പിന്നെ അതുപോലെ ഈ ചൗണി, തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയുന്ന ഭാഷകളാണ്. ചക്ക ചൗണി, ചക്കയുടെ ചുറ്റും കാണുന്ന ഭാഗങ്ങളും അത്ര പശയില്ലാത്ത, വലിയ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. ഓവറോൾ ഇപ്പോഴത്തെ ഈ വിയറ്റ്നാം സൂപ്പർ എർലി ഇങ്ങനത്തെ J33 വക ചക്കകളൊക്കെ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ്. ചക്ക മുറിച്ച് 1/2 മണിക്കൂറിനുള്ളിൽ ഞാനും എൻ്റെ വൈഫും കുട്ടികളും കൂടി അത് മുഴുവൻ തിന്നു കഴിച്ചു. മുഴുവൻ എന്ന് പറയാൻ അധികമൊന്നും ഇല്ല, നിങ്ങൾ കണ്ടല്ലോ ചക്ക. എന്നിരുന്നാൽ തന്നെ ഇതാണ് അതിൻ്റെ ബാക്കി പത്രം. ചക്കമടൽ, ഈ സാധനങ്ങളൊക്കെ കളയാം. ചക്കക്കുരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പാത്രത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്, അത് കറി വെച്ച് കഴിക്കും.